ലാബിൽ +1 എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി ഓഫ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നോക്കിയേ, സ്വാതന്ത്ര്യ സമരം. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമരമാണോ പഠിക്കുന്നത്, സ്വാതന്ത്ര്യം ഒക്കെയാണോ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കും. കാരണം ഇക്കോണമി എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് എക്കണോമിക്സിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾ വിചാരിക്കും എക്കണോമിക്സ് അയ്യോ പുതിയൊരു പേരാണല്ലോ, ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേരിലല്ല, സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം. നമുക്ക് ആദ്യമായിട്ട് നോക്കാം എന്താണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്തെ സമ്പത്ത്, പണമിടപാടുകളെ പറ്റി പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു രാജ്യം ഏതൊക്കെ തരത്തിലുള്ള പണം ഉപയോഗിക്കുന്നു, ഒരു രാജ്യത്തിൽ ഏതൊക്കെ സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതൊക്കെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു ഇക്കണോമി നിലവിൽ വന്ന, ഒരു സാമ്പത്തിക മേഖല ഉണ്ടായതെങ്ങനെ, ഒരു സാമ്പത്തിക ശാസ്ത്രം ഇന്ത്യൻ ഇക്കോണമിക്സ് എങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലായി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരുവിധം നോർമലായിട്ടുള്ള എന്ന് വെച്ചാൽ കൊച്ചു നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ കൊച്ചു നാട്ടുരാജ്യങ്ങളായിട്ട് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. യൂണിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമി നമുക്ക് അന്നേരം പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്ന് മുതലാണ് ഇന്ത്യൻ ഇക്കോണമി വന്നു തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ കാര്യം നമുക്ക് പറയണം. കാരണം നമ്മൾ 10ലൊക്കെ പഠിച്ച് കാണാം. അപ്പോൾ അവരുടെ ഒരു കാര്യം വെച്ച് തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് നോക്കാം. ബ്രിട്ടീഷ് റൂള് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് 1757 1757 അത് എങ്ങനെ ഏകദേശം ഒരു 2000 വർഷത്തോളം വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇക്കോണമി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നതെന്ന് നമുക്കറിയാം. കാരണം എന്താണ്, അതിന് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കണോമിക്, ഒരു സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് മാർക്കറ്റിലൊരു ലീഡർ ആകാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എന്താണ് വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇംഗ്ലണ്ടിൽ ഉത്ഭവം കൊണ്ടത്. അപ്പോൾ അവിടെ എന്തായിരുന്നു, അവർ കൂടുതലായിട്ട് മിഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് പ്രോഡക്റ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രോഡക്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ തന്നെ വിറ്റുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ആ ഡൊമസ്റ്റിക് കൺട്രിയിലെ ഡിമാൻഡ് അങ്ങ് കുറയും, അവർക്ക് ആവശ്യമില്ലാതെ വരും. കാരണം എല്ലാവരും ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് അധികം നടക്കത്തില്ല. അപ്പോൾ കൂടുതൽ സെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി അവരെന്താണ് ഒരു ഷിപ്പിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ട്രാവൽ ചെയ്ത് അവർ പുതിയൊരു മാർക്കറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ വന്ന ശേഷം അവരെന്തെടുത്തു, അവർ അവരുടെ ഒരു സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു പ്രധാന വ്യവസായ കേന്ദ്രമായിട്ട് കണ്ടു. അപ്പോൾ അവരുടെ സാധനങ്ങൾ ഇവിടെ വന്ന് വിറ്റഴിക്കുകയും ഇവിടുന്ന് റോ മെറ്റീരിയൽ ബ്രിട്ടനിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം എന്തൊക്കെയാണ്. അപ്പം ബ്രിട്ടീഷ് റൂള് എക്കണോമിക് എന്താണ്, അവർ ഏറ്റവും കൂടുതൽ അവരുടെ ഹോം കൺട്രിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ലേ നോക്കുന്നുള്ളൂ. അതായത് ബ്രിട്ടന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതല്ല അവർ വന്ന് കച്ചവടം നടത്തുന്ന രാജ്യത്തിന് ബെനിഫിറ്റിന് വേണ്ടിയായിരുന്നു അവർ ഇന്ത്യയിലോട്ട് വന്നത്. അല്ല, അവരുടെ രാജ്യത്തിന് ലാഭം ഉണ്ടാക്കാനാണ് പറഞ്ഞത് ഇല്ലേ. അപ്പോൾ അവരെന്തെടുത്തു, ടു യൂസ് ഇന്ത്യ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ടു കൺവേർട്ട് ഇന്ത്യ ഇൻ ദ മാർക്കറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് ബ്രിട്ടൻ. നമ്മുടെ റോ മെറ്റീരിയൽസ് കൊണ്ടുപോവുക, രണ്ടാമത്തത് ബ്രിട്ടീഷുകാരുടെ ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യ കാണുക. അപ്പം ആ സമയത്തൊക്കെ നമ്മുടെ ഇക്കോണമി ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന സാമ്പത്തിക പ്രവർത്തനം എന്ന് വെച്ചാൽ ഏതാണ് സാമ്പത്തിക പ്രവർത്തനം, നമുക്ക് മണി ഉണ്ടാക്കി തരുന്ന, പണം ഉണ്ടാക്കി തരുന്ന എല്ലാ മേഖലകളെയും നമ്മൾ എന്താണ് സാമ്പത്തിക പ്രവർത്തനം എന്നാണ് പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം ഏതായിരിക്കുന്നു, അഗ്രികൾച്ചർ. കൃഷിയിലൂടെയായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ആയിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും വന്ന സമയത്തും ഏറ്റവും കൂടുതൽ നമുക്ക് റവന്യൂ കിട്ടിക്കൊണ്ട് ഇരുന്ന വരുമാനം. അപ്പം നോക്ക്, ആ സമയത്ത് അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷ് റൂള് വരുന്നതിന് മുമ്പ് അഗ്രികൾച്ചർ ഒരുവിധം നോർമലായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താണ്, ബ്രിട്ടീഷുകാർ വന്ന ശേഷം കുറേ മാറ്റങ്ങൾ അഗ്രികൾച്ചർ സെക്ടറിൽ സംഭവിച്ചിരുന്നു.
പിന്നെ നോക്കിയാൽ എന്തൊക്കെയാണ് ആ സമയത്ത് അഗ്രികൾച്ചർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് എക്സ്പ്ലോറ്റേറ്റീവ് ആൻഡ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഫോളോഡ് ബൈ ബ്രിട്ടീഷ് റൂൾ. അതുപോലെ തന്നെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ജമ്മി ലാൻഡ് ലോഡായിരുന്നു, എന്താണ് ഒരു ലാൻഡിൻ്റെ ഓണർ. അവിടെ കുറേ കുടിയാന്മാർ, അതായത് ഫാമേഴ്സ് പെസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് ഈ ജമ്മികളായിരുന്നു ആ ഫീൽഡിൽ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവിടുത്തെ വരുന്ന റവന്യൂ 3/4 ആരാണ് ഈ ജമ്മി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ വന്ന ശേഷം ഇതേ തരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, അതായത് ഭൂവ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ജമ്മിമാരായിരുന്നു ഇതെന്താണ് കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അവരെ ചൂഷണം ചെയ്യുക, ഫാർമേഴ്സിനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് രണ്ടാമത് വരുന്ന ഫാർമേഴ്സ് അഗ്രികൾച്ചർ സെക്ടറിൽ നേരിടുന്ന പ്രശ്നമാണ് യൂസ് ഓഫ് ലോ ലെവൽ ഓഫ് ടെക്നോളജി. ഭയങ്കര ഓൾഡ് ടെക്നോളജിയൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. കലപ്പി അങ്ങനെയൊക്കെയുള്ള സിസ്റ്റവും കാളയും കലപ്പയൊക്കെ വെച്ച് നെല്ല് വീഴുന്നതും, അതുപോലെ ഭയങ്കര വീക്കായിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യണം. അപ്പം ടെക്നോളജി ലോ ലെവൽ ഓഫ് ടെക്നോളജി യൂസ് ചെയ്താൽ അതിൽ നിന്ന് വരുന്ന റിസൾട്ട് എന്തായിരിക്കും, വളരെ കുറവായിരുന്നു. റൂറൽ ഇൻഡെപ്റ്റ്നെസ്, അതുപോലെ തന്നെ ഈ കർഷകരെന്തുവാണ് പറയത്തില്ലേ, അവർ നെല്ലിറക്കിയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഭാഗം ജമ്മിമാർ കൊണ്ടുപോകും, ലാൻഡ് ലോഡ് കൊണ്ടുപോകുന്നുണ്ട്, അവർക്ക് കുറച്ച് ഭാഗം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ കടബാധ്യത എന്തായിരുന്നു, കൂടിയിരുന്നു. റൂറൽ ഇൻഡെപ്റ്റ്നെസ്, പിന്നെ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ഒരേ ഫീൽഡിൽ തന്നെ പല പ്രാവശ്യം ഇങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്താണ് പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു. യൂസ് ഓഫ് ലിമിറ്റഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ആ സമയത്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആരും യൂസ് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ഇൻഅഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, നല്ല രീതിയിലുള്ള ജലസേചന സമ്പ്രദായവും ഈ സമയത്തില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വരുന്ന സമയത്തും അതിന് തൊട്ട് മുമ്പുള്ള സമയത്തും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അഗ്രികൾച്ചർ സെക്ടർ നേരിട്ട പ്രധാന പ്രശ്നം. അടുത്ത നമുക്ക് റവന്യൂ ഉണ്ടാക്കുന്ന വേറൊരു സെക്ടറാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതുമല്ല, ഈ അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെ വേറെ പ്രശ്നം നമ്മൾ പറഞ്ഞില്ലേ, ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഭൂവ്യവസ്ഥിതി. അപ്പോൾ 3 തരത്തിലുള്ള ഭൂവ്യവസ്ഥിതി സിസ്റ്റമാണ്. ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം 3 തരത്തിലുള്ളതാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതാണ് സെമീന്ദാരി സിസ്റ്റം. അത് നോക്കി, അത് ബ്രിട്ടീഷുകാർ വന്ന ശേഷം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില മാറ്റങ്ങളാണ്. അപ്പോൾ ഇവർ 3 തരത്തിലുള്ള സിസ്റ്റമാണ് എന്താണ് ഭൂവ്യവസ്ഥിതി. അതിനു മുമ്പ് ഇത് നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ജമ്മിമാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനം, കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജമ്മിമാരാണ് കയ്യിൽ വശപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നപ്പം ഇവരെന്താണ് പെസൻസ് എന്താണ് കർഷകർ, അതിൻ്റെ ഒരു ഭാഗം ജമ്മിമാർ അതിൽ നിന്നൊരു ഭാഗം ആർക്കും കൊടുക്കേണ്ടതായിട്ട് വന്നു, ബ്രിട്ടീഷുകാർക്കും കൊടുക്കേണ്ടതായിട്ട് വന്നു. 3 തരത്തിലുള്ള ഭൂവ്യവസ്ഥിതിയാണ്. ഒന്നാമത്തേതാണ് സെമീന്ദാരി സിസ്റ്റം. സെമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോൺവാലിസ് ഇൻ 1799. 1793 ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലാൻഡ് ലോഡാണ് ബ്രിട്ടീഷ് പ്രഭുവാണ് കൊണ്ടുവന്നത്. അത് ബംഗാളിലാണ് ആദ്യമായിട്ട് ജമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ലാൻഡ് ലോഡിനെയാണ് പ്രൊപ്പറേറ്റർ ഓഫ് ലാൻഡ്, ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥനായിട്ട് ഈ ലാൻഡ് ലോഡ് ഈ ജമ്മി അങ്ങ് നിയമിച്ചേക്കുവാണ്. അപ്പം ഇവരാണ് കൃഷിക്കാർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയുള്ള ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്, മധ്യവർത്തികളായിട്ട്. അതായത് കൃഷിക്കാർ കൃഷി ചെയ്ത് കിട്ടുന്ന ലാഭത്തിൻ്റെ ഭാഗം ഈ ലാൻഡ് ലോഡ് എടുത്ത ശേഷം അവർ നേരിട്ട് ആർക്ക് കൊടുക്കുന്നു, ബ്രിട്ടീഷുകാർക്കായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമീന്ദാരി സിസ്റ്റത്തിൽ ലാൻഡ് ലോഡാണ് ഇവരുടെ രണ്ടുപേരുടെയും മധ്യവർത്തി. അപ്പോൾ കൃഷി ചെയ്യുന്ന ലാഭം ലാൻഡ് ലോഡ് കളക്ട് ചെയ്തിട്ട് അത് ബ്രിട്ടീഷുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് ജമീന്ദാരി സിസ്റ്റം. രണ്ടാമത് വന്ന സിസ്റ്റമാണ് റയോട്ട് വാരി സിസ്റ്റം. റയോട്ട് വാരി സിസ്റ്റം തോമസ് മൺറോ, നോക്കിയേ, റയോട്ട് വാരി സിസ്റ്റം, W തിരിച്ചു വെച്ചാൽ മതി M. അപ്പോൾ റയോട്ട് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് തോമസ് മൺറോ. റയോട്ട് വാരി സിസ്റ്റം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മദ്രാസ് പ്രൊവിൻസിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലും ആസാമിലോട്ടും പഞ്ചാബിലോട്ടും കൂർഗിലോട്ടും ഒക്കെ ഈ സിസ്റ്റം മാറ്റി മാറ്റി സ്പ്രെഡ് ചെയ്തു. റയോട്ട് വാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ബ്രിട്ടീഷുകാർ ടാക്സസും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് റയോട്ട് വാരി സിസ്റ്റം. അപ്പോൾ ഡയറക്റ്റായിട്ട് ബ്രിട്ടീഷുകാർ ആരുമായിട്ട് ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സും അതുപോലെ തന്നെ അവർ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പങ്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതിനെയാണ് റയോട്ട് വാരി സിസ്റ്റം. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഗ്രയിലും
ഉടുപ്പിലുമാണ്. പിന്നെ നമുക്ക് നോർത്ത് ഇന്ത്യയിലോട്ട് മാറി. അപ്പോൾ ഈ മഹൽവാരി സിസ്റ്റം, പേര് നോക്കിയാൽ മഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജിന് ഒരു ഹെഡ് ഉണ്ടാകും. നമ്മൾ മൂപ്പൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ വില്ലേജ് ഹെഡിനെ എന്താണ്, വില്ലേജ് ഹെഡാണ് ഈ പിന്നെ ഡയറക്റ്റായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് എന്തുകൊണ്ട് റിലേഷൻ ഉള്ളത്. അപ്പോൾ ഇവരെന്ത് കൊടുക്കുക, ഈ വരുന്ന ലാൻഡിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഒക്കെ ബ്രിട്ടീഷുകാരിൽ നിന്ന് കളക്ട് ചെയ്ത് ഫാർമേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്ത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടത് ആരാണ്, ഈ മഹൽ അല്ലെങ്കിൽ മൂപ്പനാണ്. അപ്പോൾ ഇത്രയാണ് അഗ്രികൾച്ചർ സെക്ടർ നേരിട്ട പ്രശ്നം. അതുപോലെ തന്നെ ഈ കൂടുതൽ ഭാഗം പ്രോഫിറ്റും ആർക്കായിരുന്നു കൈവശപ്പെടുത്തിയിരുന്നത്, ഈ ലാൻഡ് ലോഡും അതുപോലെ ബ്രിട്ടീഷുകാരും കൈവശപ്പെടുത്തിയുണ്ട്. ഫാർമേഴ്സ് എന്താണ് കൂടുതൽ കടബാധ്യത, അതായത് ഇൻഡെപ്റ്റ്നെസ് നമ്മൾ പോയിന്റ് പറഞ്ഞായിരുന്നു. അതുപോലെ ടെക്നോളജി കുറവായിരുന്നു, പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു. അപ്പോൾ ഫാർമേഴ്സിൻ്റെ അവസ്ഥ നോക്കി അവർ ലാഭമില്ലാതെ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെട്ടു, അവർക്ക് ഫുഡിന് പോലും തികയാത്ത രീതിയിൽ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത രണ്ടാമത്തെ സെക്ടറാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൂടുതലായിട്ട് എന്താണ് അഗ്രികൾച്ചറാണ് ഡെവലപ്പ് ചെയ്തിരുന്നത്, കാരണം അവർ ഇൻഡസ്ട്രി ഒന്നും അത്ര രീതിയിൽ ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഹാൻഡിക്രാഫ്റ്റ് സെക്ടർ, ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റ്, കരകൗശല വസ്തുക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുപോലെ അഗ്രികൾച്ചറുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഇൻഡസ്ട്രി മാത്രമേ ആ സമയത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നുള്ളൂ. ആദ്യമായിട്ടൊരു ഇൻഡസ്ട്രി സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിൽ ഗുജറാത്തിലുമാണ്. കോട്ടൺ ഇൻഡസ്ട്രിയാണ്. ബോംബെയാണ് കോട്ടൺ ഇൻഡസ്ട്രിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെ റയോൺ, റബ്ബർ, സിമൻറ്റ്, ഷുഗർ, പേപ്പർ ഇതൊക്കെയാണ് ഇൻഡസ്ട്രി സെക്ഷനിൽ വന്നത്. ഫെർട്ടിലൈസർ അതൊക്കെയുള്ള ഇൻഡസ്ട്രിയാണ്. ഫെർട്ടിലൈസർ ഉണ്ടാക്കാനുള്ള ഇൻഡസ്ട്രി, റയോൺ, റബ്ബറൊക്കെ, സിമെൻ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഡസ്ട്രിയൊക്കെയാണ് തുടങ്ങിയത്. ഒരു ഇന്ത്യൻ ഓണേഡ് കമ്പനി എന്ന് പറയുമ്പോൾ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടിസ്കോ അത് 1907 സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഇന്ത്യയുടെ ഒരു ഇൻഡസ്ട്രി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി യൂണിറ്റ് കമ്പയർ ചെയ്തു. പക്ഷേ ഇന്ത്യ തുടങ്ങിയ ഇൻഡസ്ട്രി എന്താണ് അധികം സക്സസ്ഫുൾ ആയില്ല. കാരണം എന്താണ്, അവർക്ക് കൂടുതൽ ക്യാപിറ്റൽ ഇടാൻ പറ്റിയില്ല. കാരണം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കൂടുതൽ മെഷീൻസ് ഒക്കെ വേണം, ക്യാപിറ്റൽ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെടുക്കുള്ളൂ, കൂടുതൽ ഇൻഡസ്ട്രി സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബ്രിട്ടീഷുകാരുടെ അത്രയും ക്യാപിറ്റൽ ഇടാൻ എന്താണ് ഇന്ത്യൻ കമ്പനിക്ക് സാധിക്കാത്തതുകൊണ്ട് കൂടുതൽ കമ്പനികൾ ആരുടെ ഓണർഷിപ്പിലായിരുന്നു, ബ്രിട്ടീഷ് ഓണർഷിപ്പിലായിരുന്നു. അപ്പോൾ കൂടുതൽ ലാഭവും പ്രോഫിറ്റും ആരുടെ കയ്യിലായപ്പോഴും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇന്ത്യയിൽ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫോറിൻ ട്രേഡ് ആരായിരുന്നു കൺട്രോൾ ചെയ്തത്, ലീഡ് ചെയ്തത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കൂടുതലും. അപ്പോൾ നമ്മുടെ ഈ സാധനം അവർ ഏത് രീതിയിലായിരിക്കും വാങ്ങിക്കുന്നത്, വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ട് പോയി ഭയങ്കര കൂടുതൽ വിലയ്ക്ക് അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മുടെ രാജ്യത്ത് വിൽക്കുകയും ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്, റോ സിൽക്ക്, കോട്ടൺ, വൂൾ, ഷുഗർ, ഇൻഡിഗോ, ജൂട്ട് ഇതൊക്കെയാണ് നമ്മളുടെ, അതുപോലെ ഷുഗർ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നത്, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ്. അപ്പോൾ ഇവർ നോക്കി, ഇപ്പോൾ ഇവർ ഇങ്ങനെ ട്രേഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റും ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ഈ ഫോറിൻ ട്രേഡ് നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ കിട്ടുന്ന ലാഭം ആരുടെ പോക്കറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, ബ്രിട്ടീഷുകാരുടെ പോക്കറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ എസെൻഷ്യൽ കോമോഡിറ്റീസ്. അപ്പോൾ നോക്കി ഇവർ കൂടുതലായിട്ടും ഈ റയോൺ, ഇൻഡിഗോ, ജൂട്ട്, ഫൈബർ, അങ്ങനെ ഷുഗർ കെയിൻ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ ഫാർമേഴ്സിനെ നിർബന്ധിച്ചു. അപ്പോൾ ഇവർ ഇത്രയും നിർബന്ധിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാണ് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണം. കാരണം അവർക്ക് റോ മെറ്റീരിയലിന് വേണ്ടിയാണ് അവർ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. അതുപോലെ അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റോ മെറ്റീരിയലായിട്ടുള്ള സാധനങ്ങൾ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വേണ്ട ഫുഡ് ഐറ്റംസ്, ഫുഡ് ഗ്രെയിൻസിന് ഭയങ്കര തരത്തിലുള്ള ഷോർട്ടേജ് ഉണ്ടായി. അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസും കെറോസിനും ഒക്കെ എന്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ കയറ്റുമതി, ഇമ്പോർട്ട് എന്ന് വെച്ചാൽ ഇറക്കുമതി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഗ്രെയിൻസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. കെറോസിനും ഫുട്ബോൾ ഡെമോഗ്രാഫിക് കണ്ടീഷൻ. അടുത്ത ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ. ആ സമയത്ത് ഇന്ത്യയിൽ എന്താണ് ഏത് തരത്തിലുള്ള പോപ്പുലേഷനാണ്. അപ്പോൾ അതിന് ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്. ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഈ ഡെമോഗ്രാഫിക് കണ്ടീഷൻ അനുസരിച്ച് 3 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഫസ്റ്റ് ഫേസിലാകുമ്പം 3 ഫേസ്
വാരൻ ടിപ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ ഡെമോഗ്രാഫറാണ് ഡെമോഗ്രാഫിക് തിയറി എന്ന് പറയുന്നൊരു തിയറി കൊണ്ടുവന്നത്. നമുക്കറിയാമല്ലോ ആ സമയത്ത് കൂടുതലും എന്താണ് പോപ്പുലേഷൻ കൂടുതലായിരുന്ന സമയമാണ് ഇത്. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇന്ത്യയിൽ ഹയർ ലെവൽ ഓഫ് പോപ്പുലേഷൻ ആയിരുന്നു. ഈ 3 ഫേസ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയുടെ 3 ഫേസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫേസിൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഭയങ്കര ഹൈ ആയിരുന്നു. ബർത്ത് റേറ്റ് ഉണ്ട് എന്നാൽ അതിനനുസരിച്ച് ഡെത്ത് റേറ്റ് ഉണ്ട്. കൂടുതൽ ആൾക്കാർ കൂടുതൽ ആൾക്കാർ ജനിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം എന്താണ് ഡെത്ത് റേറ്റും കൂടുതലാണ്. അതിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം നോക്കി, അതിൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷൻ വളരുമോ കൂടുമോ? ജനസംഖ്യ വലിയ മാറ്റമൊന്നുമില്ല. കാരണം എത്ര ജനിക്കുന്നോ അതിനനുസരിച്ച് മരിക്കുന്നു ഉണ്ട്. അപ്പോൾ ഇത് വിൽ ബി അഗ്രേറിയൻ ഇൻ നേച്ചർ, ഒരു അഗ്രികൾച്ചർ നേച്ചർ ആയതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടുതലാണ്. ആ സമയത്തൊന്നും പ്രശ്നമല്ല, ആരൊക്കെ ജനിച്ചാലൊന്നും പ്രോബ്ലം അല്ല. രണ്ടാമത്തെ ഫേസാണ് സെക്കൻഡ് ഫേസ് ആയപ്പോൾ ബർത്ത് റേറ്റ് ഹൈയും ഡെത്ത് റേറ്റ് ലോ ആയി. കാരണം കൂടുതൽ ടെക്നോളജിയൊക്കെ വന്നു, ഹോസ്പിറ്റൽ അതുപോലുള്ള ഫെസിലിറ്റിയൊക്കെ വന്ന സമയത്ത് ബർത്ത് റേറ്റ് കൂടി ഡെത്ത് റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഇതെന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയും, ജനസംഖ്യ വിസ്ഫോടനം. കൂടുതൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് മതി. അതുപോലെ 4 അല്ല, ഒരു 10-15 പേരുണ്ടെങ്കിൽ നമുക്ക് ഫുഡിന് ഷോർട്ടേജ് ഉണ്ടാകും. അതുപോലെയാണ് ഇപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടിയപ്പോൾ അവിടെ എന്താണ് ഭയങ്കര പ്രോബ്ലം വന്നു, ഫുഡ് ഷോർട്ടേജൊക്കെ ഭയങ്കര രീതിയിലുണ്ടായി. മൂന്നാമത്തെ ഫേസാണ് തേർഡ് ഫേസ്. അതിൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒരുപോലെ കുറഞ്ഞു. അപ്പോൾ ഇതാണ് ഗ്രോത്ത് റേറ്റ്. കാരണം ബർത്ത് റേറ്റ് കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യ കൂടാനിടയില്ല, ഡെത്ത് റേറ്റ് കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മരണങ്ങളും നടക്കുന്നില്ല. അപ്പോൾ അതൊരു ഗ്രോത്ത് ഫേസ് എന്ന് നമുക്ക് പറയാം. കാരണം രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ലേ, ഡെത്ത് കുറയുക എന്ന് വെച്ചാൽ രോഗങ്ങളില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അത് നല്ലൊരു കണ്ടീഷനാണ്. നാലാമത്തേത് ഫോർത്ത് സ്റ്റേജിലാണ് ലോ സ്റ്റാഗ്നൻറ്റ്. ബർത്ത് റേറ്റ് കുറഞ്ഞു, പിന്നെ പക്ഷേ ഹെൽത്ത് റേറ്റും ഡെത്ത് റേറ്റും ഡിക്ലൈൻ ചെയ്യും. ബർത്ത് റേറ്റ് ആൾസോ ലോ ആൻഡ് സ്റ്റഡി വിച്ച് റിസൾട്ട് ഇൻ ദ ലോ ഗ്രോത്ത് റേറ്റ്. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറഞ്ഞതാണ് ഫോർത്ത് ഫേസ്. അതുകൊണ്ടൊരു മിനിമം ലെവലിലെ ഇക്കോണമി വളരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒക്യുപ്പേഷണൽ, എങ്ങനെയാണ് ജോലി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻഡിപെൻഡൻസിന് ശേഷം അവർ കൂടുതലായിട്ട് ഏത് ജോലിയിലാണ്? അഗ്രികൾച്ചർ സെക്ടറിലാണ്. 7 to 75 ആൾക്കാരാണ് അഗ്രികൾച്ചറിൽ നിന്നത്. അതുപോലെ മാനുഫാക്ചറിങ് വളരെ കുറവായിരുന്നു, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രീസ് വളരെ കുറവായിരുന്നു. അതിലും ഇത്രയും കൂടെ കുറവായിരുന്നു സർവീസ് സെക്ടർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് തൊഴിലായിരുന്നു? ഒക്യുപ്പേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അഗ്രികൾച്ചർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് മെയിനായിട്ടുള്ളത്. കാരണം ആദ്യം നമ്മൾ ഈ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്ന ശേഷം എങ്ങനെയാണ് നമുക്കൊരു ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ്. ഇന്ത്യൻ ഇക്കോണമി ആ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അതിനു മുമ്പ് വരെ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്മോൾ സ്റ്റേറ്റ്സ് ആയിരുന്നു, നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ വിളിച്ച് തുടങ്ങിയിരുന്നില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്ന ശേഷമാണ്. അപ്പോൾ അന്നേരമാണ് നമ്മുടെ ഇക്കോണമി അന്ന് തൊട്ടാണ് നമുക്ക് ഇക്കോണമി എന്ന് പറയാനോ ഇക്കോണമി വളരുന്നത്. ഇതിൻ്റെ അടുത്ത ചാപ്റ്ററിൽ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് വരും. ഞാൻ എത്ര സ്പീഡിലാണ് പോകുന്നത്, ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും.